നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പടന്ന ഗ്രാമപഞ്ചായത്തിലാണ്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് UDFിൻ്റെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് UDF തന്നെയാണ് ഈ പടന്ന ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഇനി ഒരു തുടർഭരണത്തിനായി നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? വളരെ ചിട്ടയായ രീതിയിലുള്ള കൃത്യമായ രീതിയിലുള്ള ഇടപെടലിലൂടെ UDF സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് അടുത്ത 5 വർഷക്കാലം കഴിഞ്ഞ 10 വർഷക്കാലത്ത് തുടർച്ചയായിട്ടുള്ള UDFിൻ്റെ ഭരണ നേട്ടങ്ങൾ, വികസനം എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായിട്ട് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഒരു വലിയ രൂപത്തിലുള്ള ഒരു കരുത്തുമായിട്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു വാർഡ് വിഭജനം വോട്ട് അട്ടിമറിക്ക് സാധ്യത കൂട്ടുമോ? വീടുകളുടെയും അതേപോലെ തന്നെ വോട്ടർമാരുടെയും എണ്ണത്തിൽ വലിയ തോതിലുള്ള വ്യത്യാസം വരുത്തിക്കൊണ്ട് അശാസ്ത്രീയമായിട്ടുള്ള വാർഡ് വിഭജനം നടത്തിക്കൊണ്ട് UDFിൻ്റെ വാർഡുകളിൽ വോട്ടർമാരെ 1600 അതുപോലെ 1700 വോട്ടർമാരെയാക്കി മറ്റ് LDFിൻ്റെ വാർഡുകളിലെല്ലാം കുറഞ്ഞ വോട്ടർമാരെ അതുപോലെ തന്നെ അശാസ്ത്രീയമായ രീതിയിലുള്ള അതിരുകളൊന്നും പാലിക്കാതെ മുന്നോട്ട് പോയപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ ഉള്ളത്. എന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ 9 സീറ്റോട് കൂടി തന്നെ ഈ പഞ്ചായത്തിൽ UDF ഭരണം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടെ വരെയായി പ്രചരണങ്ങളൊക്കെ? പ്രചാരണ പ്രവർത്തനത്തിൽ വളരെ മുന്നിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളിപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം 2 റൗണ്ട് വീട് കയറി കഴിഞ്ഞു. അതേപോലെ തന്നെ സംസ്ഥാന നേതാക്കളുടെ പര്യടനം വലിയ തോതിൽ തന്നെ വലിയ ബാഹുല്യത്തോട് തന്നെ നടത്താൻ വേണ്ടി സാധിച്ചു. വനിതകൾ പ്രത്യേകിച്ച് വളരെയധികം സജീവമായിട്ട് രംഗത്തുണ്ട്. വിദ്യാർത്ഥികളടക്കം വലിയ തോതിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി തന്നെ ഒരു വിദ്യാർത്ഥി നേതാവായതുകൊണ്ട് അവരെയും തിരഞ്ഞെടുക്കാനുള്ള ഒരു വലിയ രൂപത്തിലുള്ള ആവേശത്തിലാണ്. ഈ ഒരു ഗ്രാമപഞ്ചായത്തിൽ അടിയന്തരമായി ഇടപെടണം തോന്നിയ ജനകീയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അടിയന്തരമായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് നാടിൻ്റെ മുഖച്ഛായ മാറ്റുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് 11 വർഷക്കാലമായിട്ട് ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ആണ്. പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ഈ കഴിഞ്ഞ 5 വർഷക്കാലം നേതൃത്വം നൽകിയപ്പോൾ എൻ്റെ അനുഭവം കാസർഗോഡ് ജില്ലയിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ജനപ്രതിനിധികൾക്ക് പറയാനുള്ളത് ഈ കാലമത്രയും ഇല്ലാത്ത വിധത്തിലുള്ള ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുകയും അതേപോലെ തന്നെ പ്ലാൻ ഫണ്ടുകൾ തിരിച്ചു പിടിക്കുകയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള രൂപത്തിലുള്ള സംവിധാനവും എല്ലാം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം പൊറുതിമുട്ടുകയും അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രം അധിഷ്ഠിതമായിട്ട് കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഒട്ടുമിക്ക വികസന സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഈ ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ ഈ ജില്ലയിൽ ഒട്ടുക്കുന്നല്ല സംസ്ഥാനത്തൊട്ടുക്കും വികസന മുരടിപ്പുണ്ടാക്കിയപ്പോൾ നമുക്ക് ഭാവനാപൂർണ്ണമായിട്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ കാഴ്ചവെച്ചിട്ടില്ല. എന്നാൽ പരിമിതിക്കുള്ളിൽ ഓൺ ഫണ്ടും അതേപോലെ തന്നെ തൊഴിലുറപ്പ് ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പഠനയിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഭാവിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖച്ഛായ മാറ്റാൻ കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാൻ, ഒരു പ്രൊജക്റ്റ്, ഒരു മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയൊരു തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ ചെയ്യാൻ പറ്റാതെ പോയ എന്ത് പദ്ധതിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമുക്ക് ചെയ്യാനാവാത്തത് പ്രധാനമായിട്ട് തീരദേശവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളടക്കം താമസിക്കുന്ന തീരദേശം. ആ തീരദേശത്ത് 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ്, അത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ PV അബ്ദുൽ വഹാബ് MP-യിൽ നിന്ന് ഫണ്ട് വാങ്ങി തുടങ്ങി. പിന്നീട് 2011 UDF സർക്കാർ അന്നത്തെ തുറമുഖ മിനിസ്റ്റർ K. ബാബു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 28 ലക്ഷം രൂപ കൊണ്ട് ആരംഭിച്ചിട്ടുള്ള തീരദേശ മാട്ടുമ്മൽ റോഡ്, ആ റോഡിപ്പോൾ യഥാർത്ഥത്തിൽ റോഡ് വന്നതിന് ശേഷം വൻകിട കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വലിയ തോതിലുള്ള ടൂറിസ്റ്റ് പരിപാടികൾ അതുപോലെ ഹോട്ടലുകൾ, റിസോർട്ടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ റോഡ് എന്ന് പറയുന്നത് ഏറ്റവും താറുമാറായി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ റോഡ് പൂർണ്ണമായിട്ട് നമുക്ക് നവീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ സ്ട്രീറ്റ് ലൈറ്റ്, അതേപോലെ തന്നെ കൈവരി, അതേപോലെ രാവിലെ പ്രഭാത സവാരിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള നടപ്പാത, അതേപോലെ തന്നെ വീതി കൂടിയ റോഡ് എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി തുറമുഖ മിനിസ്റ്ററടുത്ത് നിരന്തരമായിട്ട് MLA-യോടൊപ്പം ഞാൻ തിരുവനന്തപുരത്ത് 5 പ്രാവശ്യം പോയതാണ്. വലിയോർമ്മ നടന്ന തീര സദസ്സിൽ വെച്ച് അദ്ദേഹം ഈ റോഡിന് വേണ്ടി ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് 3 വർഷമായി. ആ റോഡ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായെങ്കിൽ ടൂറിസ്റ്റ് രംഗത്ത് പടന്ന വൻ കുതിച്ചുചാട്ടം നടത്തിയേനെ. കഴിഞ്ഞ 10 വർഷമായി ഇവിടെ UDF തന്നെ ഭരിക്കുന്നത്. അതിനു മുൻപ് ഭരിച്ചിരുന്നത് ഇടതുപക്ഷമാണ്. എവിടെയാണ് അവർക്ക് അടിപതറിപ്പോയതെന്ന് തോന്നുന്നുണ്ടോ? 2000-ലും 2005-ലും 2010-ലും പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ള തുടർച്ചയായ CPM-ൻ്റെ ഭരണം വികസന മുരടിപ്പിൻ്റെ കാലമായിരുന്നു. അവികസിതമായിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമായിരുന്നു.
ഒരു ദിശാബോധം ഉണ്ടായില്ല, കാഴ്ചപ്പാടുണ്ടായില്ല. പ്രത്യേകിച്ച് ഒരു പാർട്ടി സെൽഭരണമായിരുന്നു. UDF കേന്ദ്രങ്ങളോട് വൻ അവഗണനയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം UDFൻ്റെ 10 വർഷക്കാലത്തെ ഭരണം അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ മേഖലയിലും 15 മെമ്പർമാർക്കും ഒരേപോലെ തുല്യമായിട്ട് റോഡും അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങളും നൽകിയിട്ടുള്ള ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കണ്ടിട്ടുള്ളൊരു പഞ്ചായത്താണ്. അതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രദേശങ്ങളിലെല്ലാം UDFന് വൻ തോതിലുള്ള സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉദനൂർ. ഈ കാലമത്രയും നവീകരിക്കാൻ കഴിയാത്ത MLA എന്ന് പറയുന്നത് CPMനാണ് ഇക്കാലമത്രയും തൃക്കരിപ്പൂർ മണ്ഡലത്തിലുണ്ടായിരുന്നത്. ജലസേചന വകുപ്പ് അവർ ഒരുപാട് തവണ അവരുടെ മുന്നണിയാണ് കൈകാര്യം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഭരിച്ചത് അവരാണ്. ആ സന്ദർഭത്തിലൊന്നും നൂറ്റാണ്ട് പഴക്കമുള്ള ഉദനൂർ പൂലോകുളത്തിന് യാതൊരു തരത്തിലുള്ള ഒരു റിപ്പയറിംഗ് നടത്താനോ പുനർനിർമ്മിക്കാനോ സാധിച്ചില്ല. തൊഴിലുറപ്പിലൂടെ അമൃത് സരോവർ പദ്ധതിയിൽ 1 കോടി രൂപയുടെ കുളം നവീകരിച്ചുകൊണ്ട് ടൂറിസം രംഗത്ത് തന്നെ ഏറ്റവും വലിയൊരു സന്ദർശിക്കുന്ന ഒരു പ്രദേശമാക്കിയിട്ട് ഉദനൂർ മാറ്റിയപ്പോൾ അത് മുസ്ലിം ലീഗ് കേന്ദ്രമല്ല, UDF കേന്ദ്രമല്ല, അത് CPM കേന്ദ്രത്തിൽ വികസനത്തിൻ്റെ വെള്ളി വെളിച്ചമാകാൻ നമുക്ക് കഴിഞ്ഞു. അക്കേശ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി കാപ്പുകുളത്ത് അവിടുത്തെ കുളത്തിൻ്റെ ചുറ്റുപാടും നമ്മളൊരു ആവശ്യമായ രൂപത്തിലുള്ള ശുചിത്വം വരുത്തിയപ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്ത് 27 ലക്ഷം രൂപയുടെ പദ്ധതി കൊണ്ടുവരാനും ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹാപ്പിനെസ് പാർക്കാക്കാനും അവിടെ സാധിച്ചു. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഭൂമി ഏറ്റവും കൂടുതൽ ഉദനൂർ ഭാഗത്താണ് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളത്. അവിടെയെല്ലാം വികസനത്തിൻ്റെ ഒരു തരത്തിലുള്ള വിവേചനം UDF കാണിച്ചിട്ടില്ല. ഇവിടെയും വ്യത്യസ്തമല്ല. ഇവിടെയും ഉദനൂർ കാവുന്തലയിലെ നൂറ്റാണ്ട് പഴക്കമുള്ള താനത്തിൽ കുളം നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നേരത്തെ സർക്കാർ ഫണ്ട് തരാത്ത മാട്ടുമ്പൽ റോഡ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 30 ലക്ഷം രൂപക്ക് നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദനൂർ ലൈബ്രറി നവീകരിച്ചു. അതേപോലെ തന്നെ പടനിയിലെ ലൈബ്രറിക്കും ഏറ്റവും നല്ല രീതിയിലുള്ള ഫണ്ടുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. മാത്രമല്ല പടനിയിലെ ആതുരാലയം ഗവൺമെൻറ് ആശുപത്രി, അവിടെ 3 ഡോക്ടറുടെ സേവനത്തോടു കൂടി ഏറ്റവും നല്ല മാതൃകാപരമായ രൂപത്തിലുള്ള ആശാവർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഏറ്റവും നല്ല മികച്ച ഫാർമസിയും അതേപോലെ മികച്ച ലാബും ഒരുക്കിക്കൊണ്ട് പാലിയേറ്റീവിന് സ്വന്തമായിട്ട് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വണ്ടി വാങ്ങിക്കൊണ്ട് ഉദാരമതിയിൽ നിന്ന് വണ്ടി വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ കായകൽപ്പം അവാർഡ് 2024 1-ാം സ്ഥാനം, 2023 2-ാം സ്ഥാനം, അതേപോലെ ക്ഷയരോഗ മുക്ത പഞ്ചായത്ത് എന്ന പുരസ്കാരം, അതേപോലെ തന്നെ എൻകേസ് എന്ന് പറയുന്ന നാഷണൽ ക്വാളിറ്റി അവാർഡ് എല്ലാം നേടിയെടുക്കാൻ വേണ്ടി UDFൻ്റെ ഭരണസമിതി കാലത്ത് ആതുരാലയ ഈ പറയപ്പെട്ട ആരോഗ്യ മേഖലയിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. തൊഴിലുറപ്പിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ വികസനം നടത്തിയപ്പോൾ മഹാത്മാ പുരസ്കാരം ജില്ലയിൽ 1-ാം സ്ഥാനം കിട്ടി. മഹാത്മാ പുരസ്കാരം കഴിഞ്ഞ വർഷം 2-ാം സ്ഥാനം കിട്ടി. അങ്ങനെ ഏറ്റവും നല്ല രീതിയിലുള്ള പുരസ്കാരം നേടിയ ചരിത്രത്തിലെ ഏക തരത്തിലുള്ള പഞ്ചായത്തിൻ്റെ വികസനം നടന്ന കാലയളവായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. ഇത്തവണത്തെ പ്രകടന പത്രിക വാഗ്ദാനങ്ങളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോ മേഖലയിലും എടുത്തു പറയാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പടന്ന പഞ്ചായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ വേണം. അതിനുവേണ്ടി പടന്ന വില്ലേജിൽ ഭൂമിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ പോരായ്മയാണ്. അതിനുവേണ്ടി നമുക്ക് പഞ്ചായത്തിൻ്റെ ഈ സർക്കാരിൻ്റെ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭൂമി വിലക്ക് വാങ്ങണം. എന്നിട്ട് അവിടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഹൈടെക് മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. അതേപോലെ ബസ് സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. അതിനൊക്കെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പരിമിതി വലിയ പ്രധാനമായ വിഷയമാണ്. നടക്കാവിൽ നമ്മുടെ കയ്യിൽ കാപ്പുകുളത്തിനടുത്ത് സ്ഥലമുണ്ട്. പക്ഷേ തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഒന്നും കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെയിൻ റോഡിൽ നമുക്ക് കണ്ണായ സ്ഥലത്ത് ഹൃദയഭാഗത്ത് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ട്രെയിനിങ് സെൻറ്ററും അതേപോലെ PSC കോച്ചിങ്ങിൻ്റെ സ്ഥിരമായിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ നമുക്ക് സിവിൽ സർവീസ് രംഗത്തേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പദ്ധതികളെല്ലാം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫണ്ടിൻ്റെ വിഷയമാണ്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായ രൂപത്തിലുള്ള സ്ഥലപരിമിതിയാണ്. അതുകൊണ്ടാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും മൂന്നാമതും ഒരു തുടർഭരണം കാഴ്ചവെക്കാൻ വേണ്ടി മൂന്നാമതും ഒരു തുടർഭരണത്തിനായി പോരാടുകയാണ് UDFൻ്റെ പ്രവർത്തകരും. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ ചേരുന്നത് പടന്ന ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് UDF ആണ് പടന്ന ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. എവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടിപതറിയത്? യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടിപതറിയത് കൊണ്ടല്ല പടന്ന പഞ്ചായത്ത് അവർക്ക് 10 വർഷം ഭരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമുക്കറിയാം 10 വർഷം കൂടുമ്പോഴാണ് ഈ
തദ്ദേശ സ്ഥാപനങ്ങൾക്കകത്തുള്ള വാർഡ് വിഭജനവും നടത്താറുള്ളത്. അതുപ്രകാരം 2010 വാർഡ് വിഭജനം നടത്തുകയും ആ വിഭജനത്തെ തുടർന്ന് ഉണ്ടായ തെരഞ്ഞെടുപ്പിനകത്ത് LDF തന്നെ ഇവിടെ മൂന്നാമതും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. CPMൻ്റെ നേതാവ് C. കുഞ്ഞേഷ് മാഷാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായത്. പിന്നീട് 2011-2016 സംസ്ഥാനം ഭരിച്ചത് UDF ആണ്. ഉമ്മൻചാണ്ടിയായിരുന്നു അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ ഘട്ടത്തിൽ ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വഴിവിട്ട നിലയിലാണ് കാര്യങ്ങൾ നീക്കിയത്. വളരെ നിഗൂഢമായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗമായി നിന്ന ഒരു വലിയ പ്രദേശം, അഴിത്തല പ്രദേശം, ആ അഴിത്തല പ്രദേശം എത്രയോ ചരിത്രപരമായ കാരണങ്ങളാൽ തന്നെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പടന്ന പഞ്ചായത്ത് രൂപീകരണം മുതൽ പടന്നയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലേക്ക് ലയിപ്പിച്ചു. സ്വാഭാവികമായും അങ്ങനെ ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവർ പഞ്ചായത്ത് വാർഡ് വിഭജനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ അപൂർവം പഞ്ചായത്തുകളിൽ മാത്രമാണ് ഈ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി 2015 ഇവർ വാർഡ് വിഭജനം നടത്തിയ സാഹചര്യമുണ്ടായത്. അങ്ങനെ വാർഡ് വിഭജനം നടത്തുമ്പോൾ അവർ ഏകപക്ഷീയമായി യാതൊരു മാനദണ്ഡവുമില്ലാതെ വാർഡ് വിഭജിച്ചുകൊണ്ടാണ് അവർ ഭരണം കൈക്കലാക്കുന്ന സാഹചര്യമുണ്ടായത്. 2 റവന്യൂ വില്ലേജുകളാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത്. അതിന് ഒരു ന്യായമായും ഉണ്ടാകേണ്ടുന്നത് ആ റവന്യൂ വില്ലേജുകൾ ഒരു വാർഡിനകത്ത് റവന്യൂ വില്ലേജിൽ പരിമിതപ്പെടുന്ന വിധത്തിലാണ് വാർഡുകൾ വരേണ്ടത്. പക്ഷേ നമുക്ക് നിലവിൽ ഇപ്പോൾ ഉള്ള വാർഡുകൾ എന്ന് പറയുന്നത് ഈ അഴിത്തല പ്രദേശത്തെ അങ്ങോട്ട് നീക്കിയതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടവർ ഈ വാർഡുകൾ ലീഗിന് അനുകൂലമായി UDFന് അനുകൂലമായി വിഭജിച്ചു. അതിൻ്റെ ഭാഗമായി പടന്ന റവന്യൂ വില്ലേജിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രദേശവും ഉദിനൂർ റവന്യൂ വില്ലേജിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രദേശവും ഒരു പുഴയുടെ ഇരുവശത്തുമുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വാർഡുണ്ടാക്കി. അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ഭൂരിപക്ഷത്തിലൂടെയാണ് ഇവർ പടന്ന പഞ്ചായത്ത് അധികാരം പിടിച്ചെടുക്കുകയും അത് തുടർന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. നമ്മൾ സാധാരണയായിട്ട് പ്രകൃതിദത്തമായ അതിരുകൾ, പ്രധാനപ്പെട്ട റോഡുകൾ, ആ നിലയിലാണ് വാർഡുകളുടെ എല്ലാം അതിര് നിർണ്ണയിക്കാറ്. അതുപോലെ തന്നെ ഏതാണ്ട് മൊത്തം ജനസംഖ്യ, മൊത്തം വീടുകളുടെ എണ്ണം ഇതൊക്കെ വെച്ചുകൊണ്ട് അതിനെ വാർഡുകളുടെ എണ്ണത്തിനനുസരിച്ച് തുല്യപ്പെടുത്തിക്കൊണ്ടാണ് വാർഡുകൾ രൂപപ്പെടുത്തുക. ആ മാനദണ്ഡമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള CPMൻ്റെ കേന്ദ്രങ്ങൾ അത് ഒരു വലിയ കടൽ പോലുള്ള പ്രദേശത്തെ ഏതാണ്ട് 600ഓളം വീടുകളും അതുപോലെ തന്നെ 2000-ലേറെ വോട്ടർമാരുമുള്ള, ജനസംഖ്യ അതിലേറെ വരും, വോട്ടർമാരുമുള്ള വിധത്തിലുള്ള വാർഡുകൾ ആയിട്ട് എണ്ണം ചുരുക്കുകയും അവരുടെ ലീഗിൻ്റെ കേന്ദ്രങ്ങൾക്കകത്ത് വളരെ ചുരുക്കം പ്രദേശങ്ങളെ എടുത്തുകൊണ്ട് വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉദിനൂർ റവന്യൂ വില്ലേജിനകത്ത് 6.5 വാർഡും പടന്ന റവന്യൂ വില്ലേജിനകത്ത് 8.5 വാർഡും എന്നുള്ള നിലയിലേക്ക് ക്രമപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായി അവിടെ വാർഡുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവ് സ്വാഭാവികമായി അവർക്ക് സ്വാധീനമുള്ള മേഖല എണ്ണം അവർക്ക് കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ്. അല്ലാണ്ട് CPMന് അടിപതർ ചെയ്തുകൊണ്ടല്ല, ഇടതുപക്ഷത്തിന് അടിപതർ ചെയ്തുകൊണ്ടല്ല ഈ നിലയിൽ അവർക്ക് 10 വർഷം ഭരണം തുടരാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് ഈ പടന്ന ഗ്രാമപഞ്ചായത്തിൽ UDFന് പല പദ്ധതികളും ആവിഷ്കരിക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു കാര്യത്തിന് എന്താ മറുപടി പറയാൻ? അത് ഏതെങ്കിലും ഒരു പദ്ധതി ആ നിലയിൽ സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി മുടങ്ങിയതായിട്ട് ഇവിടുത്തെ പഞ്ചായത്തിലെ UDF നേതാക്കന്മാർ പറയട്ടെ, ഞാൻ വെല്ലുവിളിച്ച് പറയാം. കാരണം നമുക്കറിയാം, സമാനതകളില്ലാത്ത മുന്നേറ്റമുണ്ടാക്കിയ ഒരു 10 വർഷക്കാലമാണ് ഈ 1ഉം 2ഉം പിണറായി സർക്കാർ. ഏതാണ്ട് ഓരോ വർഷവും ഇവിടെ 10-20,000 കോടി രൂപയാണ് നമ്മുടെ കേരളത്തിനകത്തെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും അതുപോലെ തന്നെ കോർപ്പറേഷനുകൾക്കുമായിട്ട് ഓരോ വർഷവും ലഭ്യമാക്കുന്നത്. അത് 20,000 കോടി രൂപ ലഭിക്കുമ്പോൾ അതിൻ്റെ ആനുപാതികമായ ഏതാണ്ട് ഒരു 10 കോടിയിൽ താഴെ തുക നമ്മുടെ ഈ പഞ്ചായത്തിനകത്തും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 218 കോടി രൂപ ഇപ്പോൾ ഈ 2 സർക്കാരുകളുടെ കാലത്ത് ഈ പഠന പഞ്ചായത്തിനകത്ത് ചെലവഴിച്ചതും അത് പൂർത്തിയായതും ഓൺഗോയിങ് അതുപോലെ തന്നെ അംഗീകാരത്തിന് സമർപ്പിച്ചത് മറ്റുള്ള നടപടിക്രമങ്ങളിലൂടെയൊക്കെ പോകുന്ന മൊത്തം പദ്ധതികൾ ഏതാണ്ട് 218 കോടി രൂപയുടെ വികസനമാണ് ഇവിടെ MLA അതുപോലെ തന്നെ തദ്ദേശ സർക്കാരും എന്നുള്ള നിലയിൽ ഇവിടെ ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത്. ആ നിലയിൽ ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഇവിടെ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് UDFൻ്റെ ഭാഗത്തുനിന്ന് ഉയർത്തുന്നത്. അത് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് അതിന് ക്ലാരിഫിക്കേഷൻ ചെയ്യാം. മറ്റു കക്ഷികൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നത്? നമ്മളിപ്പോൾ ഈ 10 വർഷമായി ഇവർ UDF ഇവിടെ ഭരിക്കുമ്പോൾ ഈ പഞ്ചായത്തിനകത്ത് സംസ്ഥാന സർക്കാരും MLAയും
കൊണ്ടുവന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു ഖാദി യൂണിറ്റ് എന്നുള്ള നിലയിലാണ്. ഖാദി യൂണിറ്റ് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തിയത് ഉദിനൂരിനകത്താണ്. ഉദിനൂരിലാണ് ഏക്കർ കണക്കിന് സ്ഥലം പടന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ കൈവശമുള്ളത്. അതിനകത്തുനിന്ന് സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി 8 ലക്ഷം രൂപ അവിടെ വർക്ക് ഷെഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി വെച്ചു. നമ്മുടെ അന്നത്തെ പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള MV ബാലകൃഷ്ണ മാഷാണ് അന്ന് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ്റേത്. അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് ഈ ഖാദി ബോർഡിൻ്റെ യൂണിറ്റ് ഇവിടെ അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ അനുമതി ഈ പഞ്ചായത്ത് ഭരണസമിതി കൊടുക്കാതെ മാറ്റുന്ന ഒരവസ്ഥ. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് വെച്ച 8 ലക്ഷം രൂപ ചെലവഴിക്കാൻ പറ്റിയില്ല, യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യം. അപ്പോൾ അത്തരത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഈ നിലയിൽ തൊഴിൽ സംരംഭങ്ങൾ ഇനിയും നമ്മൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ LDF ഭരണം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഉദിനൂരിനകത്ത് KDP പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് കാസർഗോഡ് വികസന പാക്കേജിൽ പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഓപ്പൺ ജിംനേഷ്യം അതിനു വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ചതാണ്. പക്ഷെ അതും പഞ്ചായത്തിൻ്റെ കൈവശമുള്ള ഭൂമിക്കകത്ത് KDPയുടെ പ്രൊജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അവർ റെസൊല്യൂഷൻ തരാതെ അവസാന നിമിഷം വരെ വൈകിപ്പിച്ചു. സാംസ്കാരിക നിലയം MLA ഫണ്ടിൽ നിന്ന് പ്രത്യേകം അവിടെ അനുവദിച്ചു. അതും നടത്താതെ അതിനു വേണ്ടിയും അനുമതി തരാതെ ഈ പഞ്ചായത്തിൻ്റെ ഭരണം കൈകളിലുള്ളതുകൊണ്ട് പഞ്ചായത്ത് കൊടുക്കേണ്ടുന്ന അനുമതികളെല്ലാം ഇത്തരം കേന്ദ്രങ്ങളിൽ ഉദിനൂർ ഭാഗത്ത് നൽകാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം നമ്മൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിട്ടുള്ള ഒരു വിഷയമാണ് പടന്നക്കകത്ത്. പടന്നയിൽ ഒരു കൂടുതൽ ജനസാന്ദ്രതയും എല്ലാമുള്ള ഒരു പ്രദേശമാണ്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ലീഗായാലും CPM ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ ഒരു ഒത്തുചേർന്ന് ഒരു 10-500 ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടത്താനുള്ള പൊതു ഇടം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ ഒരു സാധ്യത എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഇപ്പോൾ ചെറുവത്തൂർ ടൗണിനകത്തുള്ള EMS ഓപ്പൺ ഓഡിറ്റോറിയം പോലുള്ള സാഹചര്യം നമുക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. പഴയ വില്ലേജ് ഓഫീസ്, പഴയ മീൻ മാർക്കറ്റ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി കാട് പിടിച്ച് കിടക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങൾ. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സാംസ്കാരിക സംഘടനകൾക്കും എല്ലാം പൊതുപ്രസ്ഥാനങ്ങൾക്കാകെ അവരുടെ പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റുന്ന പടന്നയുടെ കണ്ണായ സ്ഥലത്ത് ഒരു ഓപ്പൺ ഓഡിറ്റോറിയവും അതുപോലെ തന്നെ ഉള്ള സൗകര്യങ്ങളും ഒരുക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക മേഖലയിൽ വളരെ തികഞ്ഞ കുത്തഴിഞ്ഞ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. 7 പാടശേഖരങ്ങളുണ്ട്. പാടശേഖരങ്ങളുടെ യോഗങ്ങൾ പോലും വിളിക്കാറില്ല. അത് ഈ കാർഷിക മേഖലയിൽ നിന്ന് കർഷകർ പിന്നോട്ട് പോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഈ 7 പാടശേഖരങ്ങളെയും നല്ല നിലയിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഒറ്റപ്പെട്ട 1-2 സംഘങ്ങൾ മാത്രമാണ് പ്രവർത്തനം നല്ല നിലയിൽ കൊണ്ടുപോകുന്നത്. ബാക്കിയെല്ലാം കടലാസ് സംഘങ്ങളായിട്ട് നിൽക്കുകയാണ്. ശരി, ഇന്ന് കേരളത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. ആ ഒരു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പടന്ന ഗ്രാമപഞ്ചായത്തിൽ LDFന് കൊണ്ടുവരാൻ പറ്റുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് പൊതുവെ പൊതു മുന്നണിയിൽ തന്നെ പൊതു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും പൊതുരംഗത്താകമാനം സ്ത്രീകൾ നല്ല നിലയിൽ സജീവമായി രംഗത്തുള്ളവർ, അവർക്ക് യാതൊരു ഭയവും ഇല്ലാതെ തന്നെ അത് നമ്മുടെ ഒരു പടന്നയുടെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൻ്റെ ആകെ പ്രതിഫലനം എന്നുള്ള നിലയിലേക്ക് ഒരുപാട് ആൾക്കാർ പൊതുരംഗത്തേക്ക് വരുന്നു. അത് CPMൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും ലീഗിൻ്റെ ആയാലും ആ നിലയിലേക്ക് വരുന്നുണ്ട്. അവർ ഭരണത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടാകുന്നു. പൊതുരംഗങ്ങളിലെല്ലാം അവർക്ക് നല്ല പ്രാതിനിധ്യവും കാര്യങ്ങളുമെല്ലാം ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിലുള്ള സഖാവ് PC സുബേദയാണ് തെക്കേക്കാട് നിന്ന് ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മഹിളാ അസോസിയേഷൻ്റെയും കർഷക തൊഴിലാളി യൂണിയൻ്റെയുമെല്ലാം ഏരിയ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന സഖാവ് K പൂമണിയാണ്. അതുപോലെ അവരുടെയൊക്കെ നിറസാന്നിധ്യവും ഇതൊക്കെ സ്വാഭാവികമായും ഈ പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് നല്ല നിലയിലുള്ള ഒരു വിലയും ബഹുമാനവും ലഭ്യമാകുന്ന വിധത്തിൽ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള സംസ്ഥാന സർക്കാർ എടുക്കുന്ന അതിന് അനുസരിച്ചു കൊണ്ടു തന്നെ സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ പദവിക്കും എല്ലാം മുൻഗണന നൽകും വിധത്തിലുള്ള പദ്ധതികളായിരിക്കും ഇടതുപക്ഷം എന്നുള്ള നിലയിലേക്ക് വരിക, ഇവിടെ അധികാരത്തിൽ വരിക. അതുപോലെ തന്നെ സ്ത്രീ
പിന്നെ മേഖലയുമായി വനിതാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ടുകൾ തന്നെ ഒരുപാടുണ്ട്. ആ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിരവധിയായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു ഇടപെടലും ഈ പടന്ന പഞ്ചായത്ത് 10 വർഷമായി നടത്തിയിട്ടില്ല. അവരുടെ സ്ത്രീ ശാക്തീകരണത്തിന്, അവരുടെ ദാരിദ്ര്യ ലഘൂകരണത്തിന്, അവർക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്നതിന് ഫണ്ട് ചെലവഴിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ട് മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം വെച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനവും ഈ 10 വർഷക്കാലത്തിനിടയിൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ആ നിലയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വനിതാ വികസന പദ്ധതി പ്രകാരം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ നല്ല നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ. ശരി, എന്തായാലും നഷ്ടപ്പെട്ട മുഴുവൻ സീറ്റുകളും തിരിച്ചുപിടിക്കാൻ പൂർണ്ണ സജ്ജരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് പടന്ന ഗ്രാമപഞ്ചായത്തിലെ BJPയുടെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ ഒരു ഭരണത്തിൽ, പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിൽ BJPയുടെ സാന്നിധ്യം കുറവായിരുന്നു ഇത്രയും കാലം. അതെന്തുകൊണ്ടാ? BJPയുടെ സാന്നിധ്യം വളരെ മുമ്പ് തന്നെ പടന്ന പഞ്ചായത്തിൽ ഉണ്ട്. പക്ഷേ ഭരണശിലാ കേന്ദ്രങ്ങൾ BJP ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഇക്കുറി BJP അധികാരത്തിൽ എന്തായാലും പടന്ന പഞ്ചായത്തിൽ നമ്മൾ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്? 6 മാസം മുമ്പത്തെ പാർട്ടി ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. വോട്ട് ചേർക്കൽ, അതുപോലുള്ള വോട്ട് തള്ളൽ, എല്ലാ പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള എല്ലാ പരിപാടിയും നടത്തി കഴിഞ്ഞു. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നമ്മളെ ഗൃഹസമ്പർക്കമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പടന്ന പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെ നല്ല ജനങ്ങളെ എല്ലാ വീടുകളിലും നല്ല അഭിപ്രായമാണ് BJP സ്ഥാനാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്വീകാര്യതയാണ്. ഈ ഭരണം നമ്മളെ 10 വർഷമായി പടന്ന പഞ്ചായത്ത് UDFന്റെ നേതൃത്വത്തിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ പാർട്ടി കോട്ടകൾ മാത്രം ആണ് ഇവിടെ ഈ ജനക്ഷേമ പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 വില്ലേജുകളായിട്ടുള്ള പഞ്ചായത്താണ് ഈ പടന്ന പഞ്ചായത്ത്. ഒന്ന് തീരദേശ പടന്ന വില്ലേജ് ഒട്ടുമുക്കാവും തീരദേശമാണ്. പുതിനൂർ വില്ലേജിൽ സാധാരണ നമ്മളെ സമതലമായിട്ടുള്ള പ്രദേശം കൂടിയാണ്. നമ്മൾ ഈ വികസന കാര്യത്തിൽ പടന്ന പഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായി നമ്മൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരി പോലെ നമ്മളെ പുഴ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. കുടിവെള്ളം വരെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ്, ഒരു ഭരണ സംവിധാനമാണ് പടന്ന പഞ്ചായത്ത് UDFന്റെ നേതൃത്വത്തിൽ ഈ 10 വർഷമായിട്ടും ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം നോക്കികുത്തി ആയി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ 10 വർഷം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഓരോരോ വീടുകളും കയറി നമ്മൾ ആരാധ്യനായ നരേന്ദ്രമോദി സർക്കാർ 10 വർഷമായി രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരൻ മുതൽ നമ്മുടെ നാട്ടിൽ വേണ്ട അടിസ്ഥാന വികസനം, വ്യക്തി വികസനം, അങ്ങനെ ഒട്ടേറെ ഒരുപാട് എണ്ണാത്തീരാത്ത പദ്ധതികൾ നേരിട്ട് നമ്മുടെ പഞ്ചായത്ത് വഴിയാണ് കിട്ടേണ്ടത്. ആ കിട്ടേണ്ട എല്ലാ ഇതിനു വേണ്ട എടുക്കൽ നമ്മളെ പഞ്ചായത്തു നിന്ന് നമ്മളെ ഈ BJP സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് വ്യത്യസ്തമായത് കഴിഞ്ഞ തവണത്തേക്കാളും? പ്രധാനപ്പെട്ട നമ്മൾ പഠന നമുക്ക് പറയാനുള്ളത് കുടിവെള്ളത്തിൻ്റെ കാര്യമാണ് പ്രധാനമായിട്ടൊന്നും പറയാനുള്ളത്. കുടിവെള്ളം കിട്ടാതെ ഏരിയകളാണ് നമ്മുടെ വാർഡ് തലങ്ങളിൽ ഒട്ടനവധി വാർഡുകൾ ഉള്ളത്. ഈ കുടിവെള്ളം എത്തിക്കാനുള്ള മുൻകൈയാണ് നമ്മൾ വിജയിച്ചു വന്നാൽ ആദ്യം എടുക്കാനുള്ളത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് തൊഴിൽ സംരംഭങ്ങൾ, ചെറുകിട വൻകിട തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ
നമ്മളിത് പിന്നെ ഒരു ഗ്യാങ്ങാക്കി ഇത് രൂപീകരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. അതുപോലെ BJP അധികാരത്തിൽ വന്നാൽ, പടന്ന ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്തൊക്കെയാണ്? മാറ്റം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പിന്നെ ഈ ഉദ്ദേശിക്കുക. ഒന്ന് നമ്മൾ അടിസ്ഥാന വികസനം, നമ്മൾ റോഡ് വികസനം എന്ന് പറഞ്ഞാൽ പടന്ന പഞ്ചായത്തിൽ 50% സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര പദ്ധതികളായി എല്ലാം മുടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് 10 വർഷമായിട്ട്. ഈ സടക്ക് യോജന വഴി നമ്മുടെ ഒരുപാട് റോഡുകൾ നമുക്ക് ഇവിടെ പുനരുദ്ധീകരിക്കാറുണ്ട് ഇവിടെ പഞ്ചായത്തിൽ. അത് നമ്മൾ പിന്നെ ചെയ്യും. പിന്നെ ഒരു വലിയൊരു ബൃഹത് പദ്ധതി നമ്മുടെ പടന്ന പഞ്ചായത്തിൽ, കാസർഗോഡ് ജില്ലയിൽ തന്നെ MCF ഇല്ലാത്തൊരു പഞ്ചായത്ത് നമുക്ക് എടുത്തു പറയാം പടന്ന പഞ്ചായത്താണ്. ആ MCF നമ്മളിവിടെ കൊണ്ടുവരാനുള്ള പിന്നെ ഇത് മുൻകൈയെടുക്കും. അങ്ങനെ ഒരു ബൃഹത് പദ്ധതിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഉദിനൂർ കോലം പിന്നെ കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.25 കോടിയോളം രൂപ അമൃത സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തതാണ്. അത് നമ്മൾ ഒരു അഭിനന്ദനാർഹമായ ഒരു വിഷയം ഞാൻ ഈ സാഹചര്യത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഓരോ മേഖലയും എടുത്തു നോക്കുകയാണെങ്കിൽ, മേഖല തിരിച്ച് പറയുകയാണെങ്കിൽ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി പറയാം. തൊഴിൽ മേഖല, ഞാനീ പറഞ്ഞതൊന്ന് തൊഴിൽ മേഖല, ഒന്ന് കുടിവെള്ളം, ഒന്ന് നമ്മളെ ഒരുപാട് നമ്മൾ സ്വയം തൊഴിലിന് വേണ്ടി പിന്നെ സാധാരണക്കാരിലെ പിന്നെ കേന്ദ്ര പദ്ധതികളായ ലോണുകളുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണക്കാരിൽ എത്തിക്കേണ്ട പിന്നെ മുൻകൈയെടുക്കും എന്ന് പറയാനുള്ളത്. ദാരിദ്ര്യ പിന്നെ മുക്ത കേരളം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ ഈ പഠന പഞ്ചായത്തിൽ അത് വിജയകരമായിട്ടില്ല. ഒട്ടനവധി പേർക്ക് ഇവിടെ കുടിവെള്ളം കിട്ടുന്നില്ല, വീടില്ല, അങ്ങനെയൊക്കെ പിന്നെ സാഹചര്യം ഉണ്ട്. അതൊക്കെ നമ്മൾ മുൻകൈ എടുത്ത് സാധാരണക്കാർക്ക് വേണ്ടി ക്ഷേമത്തിൻ്റെ കാര്യത്തിലും നമ്മൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. അതുപോലെ ഇന്ന് കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അത് ശരിക്കും BJPക്ക് ഒരു ആയുധമാക്കാൻ, ഒരു വജ്രായുധമാക്കാൻ വേണ്ടി സാധിക്കുന്ന വിഷയമാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഇപ്പോൾ ഈ പറഞ്ഞത് വളരെ ശരിയാണ്. അത് പിന്നെ കേരള രാഷ്ട്രീയത്തിലും നമ്മൾ രാഷ്ട്രീയമായി വളരെയേറെ സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ തദ്ദേശീയ തിരഞ്ഞെടുപ്പിൽ നമ്മൾ മുഖ്യമായിട്ടും കാണുന്നത് വികസനം മാത്രമാണ്. വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇത് നമ്മളെ സൈഡായിട്ടുള്ള ഒരു ഭാഗത്ത് നമുക്കുണ്ട്. അത് നമ്മൾ പറയാണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ വിഷയങ്ങളാണ് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയും ശബരിമല വിഷയവും ബാക്കിയുള്ള ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ വിഷയമാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവും തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ വികസനമാണ് നമ്മൾ മുഖ്യ പിന്നെ ഗ്രാമാന്തരങ്ങളുടെ വികസനമാണ് നമ്മൾ പ്രധാനമായി കണ്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നത്, ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 തവണ UDF ഭരിച്ചു, അതിനു മുൻപ് LDF ഭരിച്ചു പടന്ന ഗ്രാമപഞ്ചായത്ത്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയ എന്ത് കാര്യമാണ് BJP അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത്? ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ഈ 10 വർഷം മുപ്പിട്ടേയും ഇടതുപക്ഷം ഭരിച്ച സമയത്തും നമ്മളെ നാടിന് ഇതേ അവസ്ഥ, ഒരു മാറ്റം ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഉൾപ്പെടുത്തി ചെയ്യുമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു പരിപാടിയിലൂടെ, വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലൂടെ ജനങ്ങൾക്ക് പൂർണ്ണമായും നിറവേറ്റി കൊടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്ന് പറയാം. ജനങ്ങൾക്ക് കാര്യമായി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തികൾക്ക് ഇപ്പം നമുക്ക് ചെയ്യാം. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആവാസ് യോജന, പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി പ്രകാരം 200 പേരിലധികം അപേക്ഷകൾ പടന്ന പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. വീട് കൊടുക്കാൻ പറ്റുന്നില്ല പടന്ന പഞ്ചായത്തിൽ, ഇതുവരെ കൊടുക്കാൻ ബാക്കി ബാലൻസ് ഉള്ളത്. അതൊക്കെ നമ്മൾ സാധാരണക്കാരനായ വീടില്ലാത്തവർക്ക് ആവാസ് യോജനയിൽപ്പെട്ട ആ മുൻകൈ എടുത്ത് ആദ്യം ചെയ്യുന്നത് നമുക്ക് ഭവനരഹിതരായക്ക് വീട് കൊടുക്കുന്നതിലായിരിക്കും നമ്മൾ മുഖ്യമായി പ്രാധാന്യം കൊടുക്കുക. രണ്ടാമത് കുടിവെള്ളം ഇല്ലാത്തവർക്ക് ജൽ മിഷൻ, പ്രധാനമന്ത്രിയുടെ ജൽ മിഷൻ ഭാരതത്തിലെ മൊത്തം എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടെങ്കിലും പടന്ന പഞ്ചായത്തിലെ 25% പണി പൂർത്തിയായിട്ടില്ല ജൽ മിഷൻ പദ്ധതി. നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജൽ മിഷൻ പദ്ധതി ഉപയോഗിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാത്ത പ്രദേശമാണ് 50% പടന്ന പഞ്ചായത്ത്. ആ വാർഡുകളിലൊക്കെ നമ്മൾ കുടിവെള്ളം എത്തിക്കുന്നതായിരിക്കും.
അതുപോലെ തന്നെ ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് ഇന്ന് പടന്ന ഗ്രാമപഞ്ചായത്തിൽ പല പദ്ധതികളും പൂർത്തീകരിക്കാൻ പറ്റാതെ പോയത് എന്നുള്ളൊരു അധിക്ഷേപം ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഫണ്ട് ലാപ്സായി പോകുന്ന സാഹചര്യമാണ് പടന്ന പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. തൊഴിലുറപ്പിൽ തൊഴിലാളികൾക്ക് ഇതിനു മുമ്പേ ഫണ്ട് ലാപ്സായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റാതെ കൊല്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ ബാക്കിയുണ്ട്. പിന്നെ പറഞ്ഞാൽ ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ സടക്ക് യോജനയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സടക്ക് യോജന ഗ്രാമീണ റോഡുകളുടെ കാര്യം 50% ഫണ്ട് ലാപ്സായി പോയ രണ്ടാമത്തെ പഞ്ചായത്താണ് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ പഞ്ചായത്താണ് കാസർഗോഡ് ജില്ല. സർക്കാരിൻ്റെ ഫണ്ടുകൾ ലാപ്സായി പോവുകയും തനത് ഫണ്ട് ഉപയോഗിച്ച് പടന്ന പഞ്ചായത്ത് വികസനം ചെയ്യാത്ത ഏക പഞ്ചായത്ത് ജില്ലയിലെ രണ്ടാമത്തെ പഞ്ചായത്ത് എന്ന് നമുക്ക് പറയാം പടന്ന പഞ്ചായത്ത്. പടന്ന ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളാണ് ഇത്രയും സമയം നമ്മളോടൊപ്പം സംവദിച്ചത്. ഇവിടുത്തെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചൂട് ഇവരുടെ ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അടുത്തൊരു പഞ്ചായത്തിലെ വിവരങ്ങളുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.